വലിയ സംഭവമൊന്നുമല്ല കേട്ടോ, ഒരു പയറുകറിയാണ് വെക്കാൻ പോണത്. എന്നാൽ നമ്മൾ സാധാരണ ചേർക്കുന്ന ആ കറിക്കൂട്ടുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് കുറച്ച് കൂട്ടുകളൊക്കെ ചേർത്തിട്ടുള്ള ഒരു സ്പെഷ്യലായിട്ടുള്ള നല്ല രുചിയുള്ള ഒരു പയറുകറി. എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണ്ടെന്ന് നോക്കാം. നമ്മളിപ്പോൾ ഇവിടെ അച്ചിങ്ങാപ്പയറാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ നാടൻ അച്ചിങ്ങാപ്പയറല്ലേ, ചെറിയ പയർ, അതാണ് എടുത്തിരിക്കുന്നത്. ഇതില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ബീൻസ് പയറോ അല്ലെങ്കിൽ ഇതുപോലുള്ള പയറുവർഗ്ഗങ്ങൾ ഏതായാലും നമുക്ക് ഉപയോഗിക്കാം. നമ്മളൊരു സവോള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, 2 പച്ചമുളക് അരിഞ്ഞിട്ടുണ്ട്, എരിവനുസരിച്ച് പച്ചമുളക് എടുക്കാം, 2 തക്കാളി, ചെറിയ തക്കാളി എടുത്തിരിക്കുന്നത്, ഇത് കുറച്ച് മല്ലിയില, കുറച്ച് വെളുത്തുള്ളി ചതച്ചത്. ഇനി വേണ്ടത് കുറച്ച് വെള്ള എള്ളാണേ, വെള്ള എള്ള്, കുറച്ച് കാഷ്യൂ നട്ട്സ്, ഒരു 2-3 ഗ്രാമ്പൂ, ഇത്തിരി കറുവപ്പട്ട, ഒരു 3 ഏലക്ക. പ്രധാനമായിട്ടും വേണ്ടത് 1 കപ്പ് തൈരും കൂടെയാണേ. ആദ്യം ചെയ്യേണ്ട കാര്യം, നമ്മൾ ഈ കാഷ്യൂ നട്ട്, കറുവപ്പട്ട ഇതുപോലുള്ള സാധനങ്ങളെല്ലാം കൂടി മിക്സിയിലേക്ക് ഇട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക. പട്ട, ഏലക്ക, ഗ്രാമ്പൂ, പിന്നെ നമ്മുടെ വെള്ള എള്ള്, ഇത്രയും സാധനം മിക്സിയുടെ ജാറിലേക്ക് ഇടുക. ഇതൊന്ന് നന്നായിട്ട് പൊടിച്ചുകൊണ്ട് വരാവേ. ഇതിപ്പോൾ ഈ ഒരു പരുവത്തിൽ നന്നായിട്ട് തന്നെ പൊടിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തൈരും കൂടി ഒഴിച്ച് നന്നായിട്ട് അടിച്ചെടുക്കാം. ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ പയറൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണേ, നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കണം. പയർ അതിലേക്കിട്ട് നന്നായിട്ടൊന്ന് മൊരിയുന്നത് പോലെ എടുക്കാം. പയർ ഈ ഒരു പരുവത്തിൽ ഫ്രൈ ആയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഒരു മൺചട്ടി അടുപ്പത്തേക്ക് വെച്ച്, മൺചട്ടി തന്നെ വേണമെന്നില്ല കേട്ടോ, നമ്മൾ കറി വയ്ക്കുന്ന ഏത് പാത്രം ആയാലും അതടുപ്പത്തേക്ക് വെച്ച് എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്കിതിലേക്ക് കടുകിടാം. വറ്റൽ മുളക്, നമ്മൾ നേരത്തെ ചതച്ച് വെച്ച വെളുത്തുള്ളി, അതൊന്ന് ഇളക്കിയ ശേഷം ബാക്കിയുള്ള സാധനങ്ങൾ, നമ്മുടെ സവോളയൊക്കെ കൂടി ഇടാവേ. ഇനി ഇതിലേക്ക് സവോള, പച്ചമുളക്, ഇച്ചിരി ഉപ്പും കൂടെ ചേർത്ത് വഴറ്റിയെടുക്കാം. നമ്മുടെ സവോള അത്യാവശ്യം നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളിയും കൂടെ ചേർക്കാവേ. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി. ഇതിൻ്റെ ഒരു പച്ചമണം ഒന്ന് മാറുന്നത് വരെ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ മതിയേ. ഇനി നമ്മൾ അരച്ച് വെച്ചിരുന്ന തൈരും കാഷ്യൂ നട്ടും എള്ളും എല്ലാം കൂടെ അരച്ചത് ഇതിലേക്ക് അങ്ങ് ചേർക്കാം. നമ്മൾ ആ മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളം കൂടി ഇതിനകത്തോട്ട് ഒഴിക്കുന്നുണ്ടേ. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. നമുക്കൊന്ന് മൂടി വെച്ചിട്ട് തിളപ്പിക്കാം. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന പയർ ഇതും കൂടി ചേർത്ത് ഇളക്കാം. ഇതിലേക്ക് 1 സ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ടേ. ഒന്നും കൂടി ഒന്ന് തിളച്ചതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ച മല്ലിയില, കുറച്ച് കറിവേപ്പിലയും കൂടി ഇടുന്നുണ്ടേ. അപ്പോൾ ഇന്നത്തെ വെറൈറ്റി ആയിട്ടുള്ള പയറുകറി എല്ലാവർക്കും ഇഷ്ടമായല്ലോ അല്ലേ? ഇത് നമ്മളുടെ ആന്ധ്ര ഡിഷാണേ. നമ്മളവിടെ ഹൈദരാബാദിൽ പോയപ്പോൾ ഒരിക്കൽ കഴിച്ചിട്ടുള്ളതാണ്. വീട്ടിൽ ആദ്യമായിട്ട് വെക്കുകയാണ്. നല്ല ടേസ്റ്റാണ്. പൂരിക്കും ചപ്പാത്തിക്കും ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റും. ചോറിനും നല്ലതാണ്. അപ്പോൾ ഈ ഒരു വെറൈറ്റി ആയിട്ടുള്ള പയറുകറി നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമ്മൾ കേരളീയർ നമ്മൾ അറിഞ്ഞിട്ടില്ലാത്ത ചില സ്വാദുകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിടാൻ മറക്കരുത്. ഇതുപോലെയുള്ള വെറൈറ്റി കറികളുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.